നമസ്കാരം. എലിസബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ എലിസബത്ത് അനുഭവിച്ചു പോകുന്ന വിഷമവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഒരു അനിയത്തി അനുഭവിച്ച പോലെ നമ്മുടെ ഉള്ളില് ശരിക്കും പ്രശ്നമായിട്ടുണ്ട്. എലിസബത്തിന്റെ ഓരോരോ ബാലക്കെതിരായ തെളിവുകൾ പുറത്തു വിടുമ്പോഴും മലയാളി എന്ന നിലയിൽ നമുക്ക് ആദ്യമൊക്കെ ഞെട്ടലായിരുന്നു. ഇപ്പൊ നമുക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഇതിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ബാല പറഞ്ഞല്ലോ, പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടം പീഡിപ്പിച്ചാലല്ലേ പീഡനം, പിന്നെയും പീഡിപ്പിച്ചാൽ പീഡനമാവുമെന്ന്. പീഡനമാവും. സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ സ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് അത് പീഡനം തന്നെയാണ്. അതൊന്ന് തോണ്ടിയാലും മതി, അത് പീഡനം തന്നെയാണ്. അതിനിപ്പോ എത്ര പ്രാവശ്യം പീഡിപ്പിച്ചാലും ചിലപ്പോ നമ്മുടെ നിസ്സഹായാവസ്ഥ കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്. അത് സ്ത്രീകളെ ഒരു വട്ടം പീഡിപ്പിച്ചാലല്ലേ പീഡനം, പിന്നെയും പീഡിപ്പിച്ചാൽ പീഡനമാവോന്ന് ചോദിക്കണല്ലേ എന്താർത്ഥമുള്ളത്. പണ്ട് സാറ് പറയുമല്ലോ, ഞാൻ പൊട്ടനാണോ എന്നുള്ളൊരു വീഡിയോയില്, അതിപ്പോ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ എലിസബത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. എലിസബത്ത് നേരായ വഴി കൂടെ മുമ്പോട്ട് പോകും. ജനങ്ങൾ എലിസബത്തിന്റെ കൂടെ ഉണ്ട്. കാരണം എലിസബത്തിന്റെ ഒരു വീഡിയോയില് ഹണിമൂണിന് പോയപ്പോ ബാത്റൂമിലേക്ക് ഒരാളെ കയറി വന്നു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഹാലൂസിനേഷൻ ആന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ. ഭാര്യയെ സംരക്ഷിക്കേണ്ടവനാണ് ഭർത്താവ്. ഭർത്താവിനെ അത് സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ നിൽക്കാതെ അന്നേ ഇറങ്ങി പോരേണ്ടതായിരുന്നു. കുറെ നാള് കടിച്ചു തൂങ്ങി കിടന്ന്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കൊച്ചിനെ കിട്ടാനുള്ള യോഗ്യത ആൾക്കില്ല. മുമ്പ് കല്യാണം കഴിച്ച അമൃത സുരേഷ് ഒരു കാര്യങ്ങളും ആരോടൊന്നും പറഞ്ഞില്ല. അത് അമൃത സുരേഷ് അതിനും വേണ്ടി അനുഭവിച്ചിട്ടുണ്ടാവും. അമൃത സുരേഷ് എന്താ അനുഭവിച്ചെന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ എലിസബത്ത് എന്താ അനുഭവിച്ചെന്നുള്ളത് എലിസബത്ത് ഓരോന്നായിട്ട് പുറത്ത് വിടുന്നുണ്ട്. ഇനിയിപ്പം ഒരു ഭാര്യ വേറെ ഒന്നും വേണ്ട. ഞാൻ കണ്ട ഒരു വീഡിയോയില് എന്റെ ഭാര്യ എലിസബത്ത് തനി ഗോൾഡാണ്, അവളുടെ മനസ്സ് നല്ലതാന്ന് പറഞ്ഞു. ഇപ്പൊ പറയണോ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാ സത്യം? അവര് തനി തങ്കായതുകൊണ്ടല്ലേ ഒരു കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊക്കെ കൂടെ നിന്ന് സ്നേഹിച്ച് ആ സമയത്ത് ഒരു വയ്യാതെ കിടക്കുമ്പോ നമ്മളെ നോക്കുന്നവരാണ് നമ്മളെ സ്നേഹിക്കുന്നവര്. അല്ലാതെ നല്ല സമയത്ത്, പൈസ ഉള്ള സമയത്തും നല്ല രീതിയിൽ നടക്കുന്ന സമയത്തും കൂടെ തോളി കൈയിട്ട് നടക്കുന്നവരൊന്നും അല്ല. നമുക്ക് ഒരു വയ്യായ്ക വരുമ്പോ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ ഒരു സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചത് നിങ്ങളുടെ നഷ്ടം തന്നെയാണ്. എലിസബത്തിനോട് പറയാനുള്ളത്, എലിസബത്ത് ഒരു പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അത് നമ്മളിപ്പോ എത്ര നാള് കഴിഞ്ഞാല് നമ്മളെ കാണുമ്പോ വാലാട്ടി കാണിക്കും. അതുപോലെ തന്നെ സ്നേഹിക്കാൻ അർഹതയുള്ളവരെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. ഇനി പോയത് പൊക്കോട്ടെ, ജനങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഈ കാണിക്കുന്ന കള്ളത്തരമൊക്കെ എപ്പോഴെങ്കിലും ഒരു വട്ടം പൊളിഞ്ഞ് പുറത്തോട്ട് വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്തിന്റെ ഒപ്പം തന്നെയാ. എലിസബത്തിന് നീതി കിട്ടട്ടെ എന്ന് വിചാരിക്കും.